ITBPയിൽ ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വനിതകൾക്കും പുരുഷന്മാർക്കുമാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ പോസ്റ്റാണ്. മിനിമം 10ാം ക്ലാസ് മതി. വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കും. വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് നോക്കാം. ITBPയിൽ അതായത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും മിനിസ്ട്രി ഓഫ് ദി ഹോം അഫയേഴ്സിന്റെ കീഴിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ റിക്രൂട്ട്മെന്റ് ഫോർ ദി പോസ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ തസ്തികയിലേക്ക് ബാർബർ ഉണ്ട്, അതുപോലെ തന്നെ സഫായി കർമ്മചാരി ഉണ്ട്, ഗാർഡനർ പോസ്റ്റ് ഉണ്ട്. 2024 നോട്ടിഫിക്കേഷനാണ്. മിനിമം നിങ്ങൾക്ക് 10ാം ക്ലാസ് മതി ഇതിന് അപേക്ഷിക്കാനെന്ന് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് നടക്കുന്നത് ഫിസിക്കൽ ടെസ്റ്റുമാണ്. 28 ജൂലൈ 2024 ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം 26 ഓഗസ്റ്റ് 2024 വരെ നിങ്ങൾക്കിതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോൺസ്റ്റബിൾ ബാർബർ 5 ഒഴിവുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മെയിൽ ആൻഡ് ഫീമെയിൽസിന് വേക്കൻസി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ നോട്ടിഫിക്കേഷൻ നേരത്തായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിന് മുൻപായിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇനി കോൺസ്റ്റബിൾ സഫായി കർമ്മചാരി 101 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കും. ഇവിടെ 0 വേക്കൻസി ഉള്ളവർ അപേക്ഷിക്കുമ്പോൾ അവർ ജനറൽ ആയിട്ട് കൺസിഡർ ചെയ്യും, അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ കോൺസ്റ്റബിൾ ഗാർഡനർ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 37 ഒഴിവുകളുണ്ട്. മെയിൽ ആൻഡ് ഫീമെയിൽസിന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ്, ബാക്കിയുള്ള ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഇതിന് ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ ലഭിക്കും. യൂണിഫോം ജോലിയാണ്. 21,700 രൂപ മുതൽ ശമ്പളമുണ്ട്. അതിന് പുറമേ നിങ്ങൾക്ക് ഒരുപാട് അലവൻസുകൾ ലഭിക്കുമെന്നും കൂടി ശ്രദ്ധിക്കുക. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ് തുടങ്ങിയവ നമുക്ക് നോക്കാം. കോൺസ്റ്റബിൾ ബാർബർ അതുപോലെ തന്നെ സഫായി കർമ്മചാരി ഇതിന് അപേക്ഷിക്കാനായിട്ട് 18 to 25 വയസ്സ് വരെയാണ് പ്രായപരിധി. 10ാം ക്ലാസ് മാത്രം മതി അപ്ലൈ ചെയ്യാനായിട്ട്. 10ാം ക്ലാസ് ജയിച്ചാൽ മതി. അതിൻ്റെ കൂടെ ട്രേഡ് ടെസ്റ്റ് ഉണ്ടാവും. ബാർബർ ആകുമ്പോൾ മുടി വെട്ടുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷയും ഫിസിക്കലൊക്കെ, ആദ്യം ഫിസിക്കലാണ്, ഫിസിക്കലും പരീക്ഷയൊക്കെ ജയിച്ചു കഴിഞ്ഞാൽ ട്രേഡ് ടെസ്റ്റ് ഉണ്ടാവും. അത് നിങ്ങൾ കാണിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് കഴിഞ്ഞാൽ സഫായി കർമ്മചാരിൻ്റെ ട്രേഡ് എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. റൂമും അതുപോലെ തന്നെ ടേബിള് കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യലാണ്. സഫായി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് എന്നാണ് അർത്ഥം വരുന്നത്. കർമ്മചാരി ഹിന്ദി വേർഡാണ്. അപ്പോൾ ക്ലീനിങ് ആയിരിക്കും നിങ്ങൾക്ക്. അത് സിമ്പിളായിട്ട് ചെയ്യാം. 10ാം ക്ലാസ് മതി. ക്ലീനിങ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സഫായി കർമ്മചാരിയിൽ മിനിമം 10ാം ക്ലാസ് ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ കോൺസ്റ്റബിൾ ഗാർഡനർ പോസ്റ്റിലേക്ക് 10ാം ക്ലാസ് വേണം. 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഇൻ റെസ്പെക്റ്റീവ് ട്രേഡ്. ഗാർഡനറായിട്ട് 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ 1 ഇയർ സർട്ടിഫിക്കറ്റ് ഫ്രം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നിക്ക് 2 വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 1 വർഷത്തെ IT ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും വേണമെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി അതുമില്ലെങ്കിൽ 2 ഇയർ ഡിപ്ലോമ ഫ്രം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, 2 വർഷത്തെ ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. 10ാം ക്ലാസ്സിൻ്റെ കൂടെ ഈ 3-ൽ ഏതെങ്കിലും ഒരു യോഗ്യത മതി എന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. സോ SC/STക്ക് 5 വർഷത്തെയും OBCക്ക് 3 വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അപേക്ഷിക്കാനുള്ള ലിങ്കും പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഉയരം പുരുഷന്മാർക്ക് 170 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ വനിതകൾക്ക് 157 സെൻറ്റിമീറ്ററുമാണ്. പുരുഷന്മാർക്ക് 80 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ ആക്കി എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. ഇനി ST ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുമ്പോൾ 162.5 സെൻറ്റിമീറ്റർ ഉയരം വേണം. വനിതകൾക്ക് 150 സെൻറ്റിമീറ്റർ ഉയരം. അതുപോലെ തന്നെ അൺഎക്സ്പാൻഡ് ആയിട്ട് ചെസ്റ്റ് 76 സെൻറ്റിമീറ്ററും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 81 സെൻറ്റിമീറ്ററും ആക്കി എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണമെന്ന് പറയുന്നുണ്ട്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കോൺസ്റ്റബിൾ ഗാർഡനറിന് പ്രത്യേകമായിട്ട് ഒരു ഹൈറ്റ് പറയുന്നുണ്ട്. 167.5 സെൻറ്റിമീറ്റർ ആണ് അതിന് ഹൈറ്റ് പറയുന്നത് പുരുഷന്മാർക്ക്. വനിതകൾക്ക് 157 ആണ് പറയുന്നത്. പിന്നെ എക്സ്പാൻഡ് ചെയ്യാണ്ടും എക്സ്പാൻഡ് ചെയ്തിട്ടുമുള്ള ചെസ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ST ഉദ്യോഗാർത്ഥികളാകുമ്പോൾ 165 സെൻറ്റിമീറ്റർ തന്നെയാണ്. 162.5 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് പറയുന്നത്. അതുപോലെ തന്നെ ഫീമെയിൽസ് ആകുമ്പോൾ 150 ആണ്. പിന്നെ ചെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ബാക്കിയെല്ലാം ഐസൈറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓൺലൈനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. എല്ലാവരും അടക്കേണ്ട. SC/ST അതുപോലെ തന്നെ ഫീമെയിൽ ഉദ്യോഗാർത്ഥികളൊന്നും ഫീസ് അടക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. സെലക്ഷൻ പ്രോസസ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യഘട്ടം ഫിസിക്കൽ ടെസ്റ്റ് ആണ്. ഫിസിക്കലിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1600 മീറ്റർ ഓട്ടം 7.5 മിനിറ്റിൻ്റെ ഉള്ളിൽ പുരുഷന്മാർ കംപ്ലീറ്റ് ചെയ്യണം. ലോങ് ജമ്പ് 11 ഫീറ്റിൻ്റെത് 3 ചാൻസിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ഹൈ ജമ്പ് 3.5 ഫീറ്റിൻ്റെത്
കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് പുരുഷന്മാരുടേത്. ഇനി വനിതകളുടേത് 800 മീറ്റർ ഓട്ടം ഏകദേശം 4.45 മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ലോങ് ജമ്പ് 9 ഫീറ്റ് 3 ചാൻസിൽ കംപ്ലീറ്റ് ചെയ്യണം. ഹൈ ജമ്പ് 3 ഫീറ്റ് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നും കൂടി ശ്രദ്ധിക്കുക. പിന്നെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആയിരിക്കും. ഉയരവും ചെസ്റ്റൊക്കെ അളക്കുന്ന ഒരു ഘട്ടമാണത്. അത് രണ്ടും ഒരുമിച്ചിട്ട് നടക്കും. എന്നിട്ടൊരു മെറിറ്റ് ലിസ്റ്റ് ഇടും. അതിനുശേഷം നിങ്ങൾക്ക് പരീക്ഷ നടക്കും. പരീക്ഷൻ്റെ സിലബസും കാര്യങ്ങളും നിങ്ങൾക്ക് 11ാമത്തെ പേജിൽ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും പോവുകയാണെങ്കിൽ ട്രേഡ് ടെസ്റ്റ് കാണാൻ സാധിക്കുന്നതാണ്. ട്രേഡ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. ട്രേഡ് ടെസ്റ്റ് ബാർബർ ആകുമ്പോൾ ഹെയർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബോഡി അതുപോലെ തന്നെ ഹെഡ് മസാജ്, ഇതൊക്കെയാണ് നിങ്ങൾ അവിടെ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളതെന്ന് ശ്രദ്ധിക്കുക. പിന്നെ കോൺസ്റ്റബിൾ കർമ്മചാരിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നോളജ് അബൌട്ട് ടൂൾസ്, ക്ലീനിങ്, അതുപോലെ തന്നെ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദി ട്രേഡ് വർക്ക്. അതായത് നിങ്ങൾക്ക് ഈ ചൂലൊക്കെയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അടിച്ചു വരാനുള്ള ചൂല്, ബാക്കിയുള്ള ക്ലീനിങ് എക്യുപ്മെൻറ്റ്സ്, ആ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള അറിവ് വേണമെന്ന് പറയുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ബാത്റൂം, ടോയ്ലറ്റ് അതൊക്കെ നിങ്ങൾ പ്രത്യേകം ഒന്ന് നോക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലീനിങ് ഉണ്ടാവും ഇതിൽ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊക്കെയാണ് ഇവിടെ ക്ലീനിങ് ആയിട്ട് വരുന്നത്. പിന്നെ കോൺസ്റ്റബിൾ ഗാർഡനറിന് നമുക്കറിയാം ഗാർഡനിങ്ങും പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട അങ്ങനെയുള്ളൊരു മേഖലയാണത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ കാണിക്കേണ്ടത്. പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും. മെഡിക്കലിന് എന്തെങ്കിലും ചെറിയ പ്രശ്നമുള്ളവർക്ക് റിവ്യൂ മെഡിക്കൽ ഉണ്ടാവും. അതും കഴിഞ്ഞിട്ട് ഫൈനൽ ലിസ്റ്റും ഇട്ടിട്ടാണ് അതിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ കംപ്ലീറ്റ് സെലക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയറും കൂടി ചെയ്യുക.